ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു യാത്രയാണ്, നമ്മുടെ വേളാങ്കണ്ണിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പച്ചനും അമ്മയുടെയൊക്കെ ഒരാഗ്രഹമാണ് വേളാങ്കണ്ണി ഒന്ന് പോകണമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, ചേച്ചിമാരും അവരുടെ മക്കളും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് 2 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പെട്ടിയും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏണസ്റ്റിനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഏണസ്റ്റ് കുറച്ച് ഓർമ്മ വെച്ചിട്ട് ട്രെയിനിൽ കയറുന്ന അവൻ്റെ ആദ്യത്തെ ട്രിപ്പ് വേളാങ്കണ്ണിക്കാണ് ട്രെയിനിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയിലൊക്കെയാണ് ഏണസ്റ്റ് നിൽക്കുന്നത്. എങ്ങനെയാണ് കയറുക, എങ്ങനെയാണ് ട്രെയിൻ വരുന്നത്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ പോയിട്ടുള്ളതാണ്, അപ്പോൾ അത് അത്രയൊന്നും ഓർമ്മയിലൊന്നും നിൽക്കണമെന്നില്ലല്ലോ. ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. മൂത്ത ചേച്ചിയുടെ മൂത്ത മക്കൾക്ക് ഇങ്ങനെയും അവരുടെ ഹസ്ബൻഡും ഫാമിലിയൊക്കെ അവർ എറണാകുളത്തു നിന്നാണ് കയറുന്നത്. ബാക്കി എല്ലാവരും രണ്ടാമത്തെ ചേച്ചി ഹസ്ബൻഡും ഉണ്ട്, അതുപോലെ മൂത്ത ചേച്ചിയുടെ രണ്ടാമത്തെ മോളും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും വന്ന് നിൽക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ ട്രെയിനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിങ്ങനെ കണ്ട് ഏണസ്റ്റും ഞങ്ങളും ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും കയറി. അങ്ങനെ കയറുന്ന ഭാഗങ്ങളും അതിലിരിക്കുന്ന ഭാഗങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല, വീഡിയോസൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ പുറത്തെ ഒരു കാഴ്ചയാണിത്. നല്ല മനോഹരമായ പാടങ്ങളാണ്, കൃഷി ചെയ്യുന്ന പാടങ്ങൾ തന്നെയായിരിക്കും, നിലങ്ങൾ തന്നെയായിരിക്കും ഇത്. അപ്പോൾ അതാണ് പിന്നെ ഞങ്ങൾ എടുത്തത്. രാത്രി വിശേഷങ്ങൾ പിന്നെ അധികം ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി സമയം കഴിഞ്ഞാലാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് തന്നെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങളവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഞങ്ങളൊരു ട്രാവലർ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നേരെ നമ്മൾ ഡാഫഡിൽ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും അടിപൊളി സെറ്റായിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു ഡാഫഡിൽ ഹോട്ടൽ. അപ്പോൾ ഇത് പള്ളിയുടെ അടുത്ത് തന്നെയാണ്, ഏതാണ്ട് അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുണ്ട് പള്ളിയിലേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും നമ്മുടെ സകലമാന ജന്മക വസ്തുക്കളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്രയും പേരുണ്ട് കേട്ടോ, മക്കളും പേരക്കുട്ടികളും അതിൻ്റെ പേരക്കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഇത്രയും പേര് ഞങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൂം. അപ്പോൾ ഇവിടെ അപ്പച്ചനും മമ്മിക്കാണ് ഈ റൂം കൊടുത്തിട്ടുള്ളത്. നമുക്ക് റൂം കാണുമ്പോൾ അടിപൊളി ആയിട്ട് തന്നെ ഉണ്ട്. എല്ലാം നീറ്റ്നെസ്സായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെളിച്ചവും അവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമായിട്ട് തന്നെയാണ് നമുക്ക്
കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. അടുത്ത റൂം ഇവരുടെയാണ് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ്. പക്ഷേ ബെഡിൽ വെച്ചിട്ടുള്ള ഡിസൈനുകളും മാത്രം ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇവർക്കും ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് ബാൽക്കണിയിൽ നോക്കുമ്പോൾ വേറൊരു വ്യൂ ആണ് ഉള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ അടുത്ത റൂം. അപ്പോൾ റൂം കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ ബാൽക്കണി വ്യൂ മാത്രം വ്യത്യാസമുണ്ട്. ഇതിനും നല്ല വ്യത്യാസമായിട്ടുള്ള ഒരു ബാൽക്കണി വ്യൂ ആണുള്ളത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ ഈ വ്യൂ കേട്ടോ. 6 റൂമാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, 6 ഫാമിലിക്കായിട്ട്. അങ്ങനെ റൂമിൽ വന്ന് എല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ബുഫേ ആയിട്ട് ഒന്നും അവിടെ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവർ സെപ്പറേറ്റ് കൊണ്ടുവന്ന് തരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വെജ് കറികളോട് കൂടിയുള്ള ഒരു ഊണായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഉറക്കമൊന്നും രാത്രി ശരിയായില്ല. ആരുടെയും ട്രെയിൻ യാത്രയിൽ ഉറക്കം ആരുടെയും അത്രയും ശരിയാവാത്തത് കൊണ്ട് എല്ലാവരും ഒന്ന് ഉറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഉറങ്ങി, ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇരുട്ടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. പക്ഷെ പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ പിള്ളേരൊന്നും കൈപിടിച്ചില്ല. ഞാനും മമ്മിയും ചേച്ചിയും പിന്നെ ചേട്ടനാളിയന്മാരും അവർ ആദ്യം ഒന്ന് പുറത്തേക്ക് പോയി അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ വിളിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഞാനും മമ്മിയും ചേച്ചിയും അങ്ങനെ ഓട്ടോയിലിരുന്ന് പള്ളിയിലോട്ട് പോവാണ്. നല്ല മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമേ ഉള്ളൂ പള്ളിയിലേക്ക്. അപ്പോൾ ഞങ്ങളെന്തായാലും പിന്നെ പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അവിടെ എത്തിയിട്ടോ. പുതിയ പള്ളിയിലോട്ടല്ല കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്, ഞങ്ങൾ പഴയ പള്ളിയിലോട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് അളിയനും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി. മഴയാണെങ്കിലും അത്യാവശ്യം തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പ്രാർത്ഥനാ സമയമായിരുന്നു. അപ്പം ഞങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിക്കുകയാണ് ചെയ്തത്. നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ അത് കാരണം മഴ തോരാൻ വേണ്ടി കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഒന്നുകൂടിയും വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ മഴ തോർന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ വിളിച്ച് തിരിച്ച് റൂമിലോട്ട് ഞങ്ങൾ പോയി. നാളെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടത് എല്ലാവരും കൂടിയായിട്ട്. അപ്പോൾ മലയാളം കുർബാന കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ആരും മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.